വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോസ് ആണ് ഗൈസ്. നമ്മൾ കുറച്ച് ദിവസം കപ്പിൾ ഓഫ് വീക്സ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. നോമ്പ് കാരണമായിരുന്നു. സോ എന്തായാലും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഇന്ന് കൂറ്റനാട് ആമക്കാവ് പൂരത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ആനകൾ വരുന്നുണ്ട്. അൻസോ എടാ ഇവിടെയാണോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നുണ്ട്? ഇവിടെയാണോ? ഓക്കെ. ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അൻസിലും ഉണ്ട് എൻ്റെ കൂടെ. സോ എന്തായാലും ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നതാ കണ്ടോ. സോ എന്തായാലും നേരെ പോയോക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബൈക്ക് ഇവിടെ നിർത്തി നേരെ തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അങ്ങോട്ട് പോവല്ലേ. നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടോ, നേരെ വന്ന പാടന്നെ ഇതേ അവിടെ നിൽക്കുന്നു. നമ്മളിത് അതിൻ്റെ പിന്നാലെ പോയിരുന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. നമുക്കിത് നേരെ ഈ റോഡ് നേരെ ഗ്രൗണ്ടിലേക്ക് എത്തും, അങ്ങനെയാണ് ഐഡിയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഓർമ്മയിൽ ഈ റോഡ് നേരെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തോന്നുന്നു. സോ എന്തായാലും നേരെ പോവാം. ഓക്കെ, അങ്ങനെ നമ്മളിത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ 2 ആനകൾ നിൽക്കുന്നത് കണ്ടു. ഇനി എന്തായാലും നമ്മൾ ടൈം പോകുന്നതിനനുസരിച്ച് ഒരുപാട് ആനകളായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രല്ല, അത് ഇവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വരുന്ന അതിൻ്റെ മുമ്പ് കയറി പോകുന്നു. സോ എന്തായാലും ഇവിടെ ഇനി ഇങ്ങനെ ആനകൾ ഇവിടെ ഈ ഒരു അമ്പലത്തിൽ വരും. ഇങ്ങോട്ട് 2-3 ആനകൾ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കും. അതിനുശേഷം അത് നേരെ ഗ്രൗണ്ടിലേക്ക് പോകുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, ഈ 2 ആനകൾ ഏതാണെന്ന് അറിയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഈ 2 ആനകളിലല്ല, ഇപ്പോൾ വന്ന് നിന്ന ആന ഉണ്ടല്ലോ അത്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ പേര് കണ്ടോ? ഞാനത് നോക്കിയിട്ടില്ല. ഇവിടെ വേറെ എന്തെങ്കിലും എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അതെ, അവിടുന്ന് ഒരു ആനക്ക് എന്തായാലും ആ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോവാൻ നിന്നതാണ്. അപ്പോൾ അതേ 2-3 ആനകൾ വരുന്നു കേട്ടോ. 3 ആനകൾ. ഇതേ 3 ആന. നമ്മളിങ്ങോട്ട് വന്ന ടൈമിൽ, അതായത് ഫസ്റ്റ് ബൈക്ക് നിർത്തുന്നതിന് മുന്നേ വരുന്ന ടൈമിൽ അക്കാവിലെ വിഷ്ണുനാരായണൻ ആന കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാമ്പിച്ചേട്ടന് കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ ആ ആനകളൊക്കെ ഇങ്ങോട്ട് എത്താനാവുന്നേ ഉണ്ടാവുന്നുള്ളൂ. അവിടുന്ന് ഓരോ ആനകളായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ആനകൾ വന്ന് നിന്നിട്ടുണ്ട്. ഇത് അടുത്തത് അവിടുന്ന് വരുന്നു 2 ആനകൾ. ഇവിടേക്ക് പല ഭാഗത്തു നിന്നായിട്ട് ആനകൾ വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അതൊരു ആന വരുന്നു. ഇത് കൂടാതെ ഇവിടെ 4 ആനകളായിട്ടുണ്ട്. ഇത് കൂടാതെ അവിടുന്ന് 5ാമത്തെ ആന വരുന്നു കേട്ടോ. എന്നെ അവിടെ നിർത്തിയിട്ടോ, ആ ഒരു ഭാഗത്തായിട്ടാണ് നിർത്തിയത്. അത് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരനാണെന്ന് തോന്നുന്നു. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും. ഓക്കെ,
നമ്മളെന്തായാലും ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോകാൻ കേട്ടോ. നമുക്ക് പോണ വഴിക്ക് അവിടുന്ന് ഒരുപാട് ആനകൾ വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യും തോറും നൈറ്റ് ആകുമ്പോൾ നമുക്ക് ആനകൾ വരുന്നത് കാണാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബസ് നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ്. പോണ വഴിക്ക് നമുക്കിങ്ങനെ ആനകൾ കാണാം. ഓക്കെ, ഫുള്ള് ജനങ്ങളാട്ടോ. ഈ ഗ്രൗണ്ട് ഒരു വിധത്തിൽ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഗ്രൗണ്ട് മൊത്തത്തിൽ നിറയും.
നമ്മളിത് അവിടുന്ന് പോകുന്നു കേട്ടോ. ഒന്നുകൊണ്ടല്ല നേരത്തെ പോകുന്നത്, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് പോകുന്നതാണ്. സോ എന്തായാലും ഈ നോമ്പിൻ്റെ ഒരു റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ പരിപാടിയിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നിൽക്കാം കേട്ടോ. ഓക്കെ, നോമ്പറക്കേണ്ട ടൈമായി. എന്തായാലും ഇവിടുന്ന് പോട്ടെ കേട്ടോ. ഇതേ ബാങ്ക് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. മനസ്സിലത് വെള്ളം മേടിക്കാൻ വയ്യ. ഇവിടുന്ന് വേറെ പരിപാടി വരുന്നുണ്ട് അവിടെ.